ഹായ് നമസ്കാരം, വിനായകാണ്. നമ്മൾ അടുത്തൊരു കെ പി ഐയിലേക്ക് പോവാം. ആക്ടിവിറ്റി കെ പി എന്ന് പറയും. ഇത് തന്നെ എനിക്ക് എസ്പെഷ്യലി സെയിൽസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കെ പി ആണ് ഈ ആക്ടിവിറ്റി ബേസ്ഡ് കെ പി എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം അതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആസ് എ ജൂനിയർ ഒക്കെ ആയ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഏറ്റവും കൂടുതൽ കോഡൊക്കെ വിളിക്കും, നമ്മൾ ശ്രമിക്കും, പക്ഷെ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷെ അപ്പോൾ അവിടെയാണ് നമ്മൾ ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 200 കോൾ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, അവൻ എഫേർട്ട് ഇട്ടു. സോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബേസ് ചെയ്തിട്ട് ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ അവിടെ മീറ്റിംഗ്സ് ഒക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഒരു 10 മീറ്റിംഗ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു വീക്കിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് എന്താ, അവൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നും ക്ലോസ് ആയിട്ടുണ്ടാവില്ല. അതെന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ ആ എക്സ്പീരിയൻസും സ്കില്ലും കിട്ടാത്തതുകൊണ്ടായിരിക്കും. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, മീറ്റിംഗ്സ് ഷെഡ്യൂൾ ചെയ്യുന്നതും ഫോളോ അപ്പ്, എത്ര ഫോളോ അപ്സ് ഇനി ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ഇനി എത്രത്തോളം ഇനി വിളിക്കാണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇനി ലീഡ്സ് എത്ര കിട്ടാണ്ട്, അതുപോലെ എത്രത്തോളം ഡെമോ ഞാൻ എടുത്തിട്ടുണ്ട്, അതൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ എത്ര പ്രപ്പോസൽസ് ടോട്ടൽ ഇപ്പോൾ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമുക്ക് കൺവേർഷൻസ് വരും.